എന്റെ ഒപ്പം പറയൂ, ഭാരത് മാതാ കേ, ഭാരത് മാതാ കേ, ഭാരത് മാതാ കേ. ഇവിടെ എത്തിയ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന മന്ത്രിമാരും CPM-ന്റെ MLA-മാരും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കട്ടെ എന്ന് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി പറയൂ, ഭാരത് മാതാ കേ. നമുക്കെല്ലാവർക്കും അറിയാം, ശബരിമലയിലെ കൊള്ള നടന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡ് വിശ്വാസികളെ സംരക്ഷിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് ഒരു ദല്ലാൽമാരുടെ ഒരു സംസ്ഥാനമാക്കി മാറ്റിയ സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. ഞാൻ 4 ദിവസം മുമ്പേ യുവമോർച്ചന്റെ പ്രോഗ്രാമിൽ ഒരു അഭ്യർത്ഥന വെച്ചു. മുമ്പോട്ട് അല്പം ഉൾപ്പുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രി വെക്കണം എന്ന് ഞാൻ അന്നൊരു അഭ്യർത്ഥന. ഇന്ന് അഭ്യർത്ഥനയല്ല, ഇത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്, ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ ഡിസോൾവ് ചെയ്യണം എന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹവുമാണ്. ഞങ്ങൾ ഇന്നിപ്പോ വാശി പിടിച്ച് ഇത് നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ്. കൊള്ള നടന്നു, എന്നിട്ട് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത്? ഇതൊരു വീഴ്ചയാണെന്ന്. 4.5 kg സ്വർണം നമ്മുടെ പുണ്യ ശബരിമലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഒരു കൊള്ള. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്, ഡൽഹി പോയി എന്ന് പറയുന്നത് ഇതൊരു വീഴ്ചയാണെന്ന്. ഇത് വീഴ്ചയൊന്നുമല്ല, ഇത് തട്ടിപ്പാണ്, കൊള്ളയാണ്, അഴിമതിയാണ്. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. ആ കാലം ഇനി കഴിഞ്ഞു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷ നേതാവായ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞു, പ്രതിബദ്ധത, ഉത്തരവാദിത്വം, സെക്യുലറിസം, ഇതെല്ലാം വലിയ ഡയലോഗ് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു പിണറായി വിജയൻജി. എന്നിട്ട് എന്താണ് 10 കൊല്ലം കഴിഞ്ഞ് നമുക്ക് കിട്ടിയത്? അനാസ്ഥ, കഴിവില്ലായ്മ, അഴിമതി, പ്രീണനം. ഇതാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു ധൈര്യമുണ്ട്? ഒരു ഹിന്ദു അമ്പലത്തിൽ പോയി കൊള്ള ചെയ്യാൻ ഇങ്ങനെ ധൈര്യം എങ്ങനെ വന്നു? ആര് കൊടുത്തു? നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് ഞാൻ ഒരു കാര്യം കൃത്യമായി പറഞ്ഞതായിരുന്നു. മാധ്യമ സുഹൃത്ത് ഇത് ഓർമ്മ വയ്ക്കണം. ഞാൻ പറഞ്ഞു, SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിൽ കയറ്റി നടക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയും ലെഫ്റ്റും വളരെ അപകടം ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അന്ന് പറഞ്ഞതാ ഞാൻ. ഇന്നെന്താന്ന് കാണുന്നത്? ശബരിമലയിൽ കൊള്ള ചെയ്യാൻ അവർക്കൊരു ധൈര്യം, ഹിന്ദു സമുദായത്തിനെ വഞ്ചിക്കാൻ, ഉപദ്രവിക്കാൻ അവർക്ക് ധൈര്യം. ഈ ധൈര്യം എവിടുന്ന് വരുന്നു? മുന്നമ്മത്തെ ജനങ്ങൾക്ക് നീതി നൽകണമെന്ന് പറയുമ്പോൾ അത് വഖഫിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞു നടക്കുന്ന പിണറായി സർക്കാർ. പ്രീണനത്തിന് എത്ര ഉദാഹരണമുണ്ട്. ശബരിമല ഒരു ഉദാഹരണമാണ്, മുനമ്മം ഒരു ഉദാഹരണമാണ്. കോതമംഗലം നടന്ന ഒരു സൂയിസൈഡ്, ഒരു ക്രിസ്ത്യൻ കുട്ടീന്റെ സൂയിസൈഡിന്റെ കവറപ്പ്, അത് പീഡനരാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ്. ഇന്നലെ മിഞ്ഞാന്ന് സെന്റ് റീറ്റ സ്കൂളിൽ SDPI കേറ്റുന്ന അവര് നിർബന്ധിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതും പീഡനരാഷ്ട്രീയത്തിന്റെ ഒരു ഉദാഹരണമാണ്. ഈ നാട്ടിൽ കോൺഗ്രസ് പാർട്ടിയും ലെഫ്റ്റിനെ ഇന്ന് റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് SDPI-യും ജമാഅത്തെ ഇസ്ലാമിയാണ്. പക്ഷേ ഞങ്ങള് ഇനി ഹിന്ദുക്കളെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല. ഇത് BJP ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. പിണറായി വിജയൻജി വാസവൻജിന്റെ രാജി വെപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗവർണറിന് പരാതി കൊടുത്തിട്ടുണ്ട്,
സെൻട്രൽ ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. ഇത് രാജിവെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ പോവാണ്. CBI അല്ലെങ്കിൽ ED വന്ന് ഇവിടെ ദേവസ്വം ബോർഡിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. തെറ്റ് ചെയ്ത ക്രിമിനൽസിനെ എല്ലാം ജയിലിൽ കൊണ്ടുപോകണം, അയക്കണം എന്ന് ഞങ്ങൾ ഇന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പോവാണ്. 10 കൊല്ലം ഇവിടെ നടന്ന രാഷ്ട്രീയം വാഗ്ദാനം പറഞ്ഞു, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് നേടി ഭരിച്ച ഒരു സർക്കാരാണ് CPM. നവ്യ റജാജി പറഞ്ഞ പോലെ ജനങ്ങളുടെ എല്ലാ അപേക്ഷയും അവർ വഞ്ചിച്ചു. ഡൽഹിയിൽ ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയും CPM-ഉം എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ അവകാശങ്ങൾ ലംഘിച്ചു. ഇനി അതിന്റെ സമയം, ആ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്ന സമയമാണ്. ഇനി വരുന്ന ഇലക്ഷനിൽ BJP NDA മാത്രമായിരിക്കും ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ ഒരു കഴിവുള്ള ഒരു പാർട്ടി. അത് കൃത്യമായി ഒരു മെസ്സേജ് സമുദായത്തിൽ നമ്മൾ പറയണം. ഇനി ഇതുവരെ നടന്ന രാഷ്ട്രീയം മാറ്റിയേ നമ്മൾ നിർത്തൂ. മാറാത്തത് ഇനി മാറണം എന്ന് പറഞ്ഞ് ഞാൻ വാക്കു ചുരുക്കുന്നു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.